ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ വ്യാപക പരിശോധന. ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടുകൂടിയായിരുന്നു പരിശോധന. പെരുമാതുറ സ്വദേശിയായ അസറുദ്ദീനിൽ നിന്ന് ലഹരി മരുന്ന് പിടികൂടി. ഗോകുൽനാഥ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നു. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഡി ഹണ്ടിന്റെ ഭാഗമായി വളരെ വിശദമായ അന്വേഷണം തന്നെ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ടല്ലോ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പൂന്തുറയിൽ നിന്ന് ഇത്തരത്തിൽ പിടികൂടിയത് എന്ന് മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ എന്താണ്? ഏത് രീതിയിലാണ് ഇനി ഇത് മുന്നോട്ട് പോവുക ഈ ഡി ഹണ്ട്? മോത്തി, തീർച്ചയായും ഈ തിരുവനന്തപുരം ജില്ലയിലേക്ക് ലഹരി കടത്ത് അതിരൂക്ഷമായി തുടരുകയാണ്. പ്രത്യേകിച്ച് ജില്ല തമിഴ്നാട് അതിർത്തിയിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തുന്നത് തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി വഴിയാണെന്നുള്ളതാണ്. ഈ സംസ്ഥാനത്തേക്ക് ഇത്തരത്തിൽ തിരുവനന്തപുരം വഴി കടത്തുന്ന ലഹരി പിന്നീട് കൊല്ലം ജില്ലയിലേക്കും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ എക്സൈസ് സംഘവും അതേപോലെ ഡാൻസ് ഓഫ് സംഘവും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സംയുക്ത ഓപ്പറേഷനുമായി മുൻപോട്ട് പോവുകയും ചെയ്യുന്നത്. വിവിധ പോലീസ് സ്റ്റേഷനുകൾ ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഇത്തവണ ഒരു പരിശോധന മുൻപോട്ട് പോവുകയും ചെയ്തത്. ഇതേ തുടർന്നാണ് ഈ തിരുവനന്തപുരം ജില്ലയുടെ തീരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും അന്വേഷണം മുൻപോട്ട് പോയത്. തുടർന്നാണ് ഇന്ന് രാവിലെ ഇത്തരത്തിൽ പൂന്തുറ സ്വദേശിയായ അസറുദ്ദീനിൽ നിന്ന് ഈ MDMA അടക്കമുള്ള മറ്റ് രാസലഹരികളും പിടികൂടിയെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. FIR പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 26 ഗ്രാമോളം MDMA ഇയാളുടെ കയ്യിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളത് അറിയാൻ സാധിക്കുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ആളൊഴിഞ്ഞ പ്രദേശത്ത് നിന്ന് MDMA അതേപോലെ തന്നെ ഹാഷിഷ് ഓയിൽ അടക്കമുള്ള വസ്തുക്കളും കണ്ടതായിട്ടുള്ള ഒരു സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ട് കൂടെ ഉണ്ട്. എന്തായാലും ഇതേ തുടർന്നുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. സംസ്ഥാനത്ത് നിരവധി ഇടങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിന്റെ അന്വേഷണം മുൻപോട്ട് പോവുകയാണ്. പലയിടങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ആളൊഴിഞ്ഞ പറമ്പിലും പ്രദേശങ്ങളിലുമൊക്കെ ലഹരി കച്ചവട സംഘങ്ങൾ തങ്ങളുടെ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കുന്നതായും തുടങ്ങിയ റിപ്പോർട്ടുകളും കൂടെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും പോലീസിന്റെ സംയുക്തമായിട്ടുള്ള പരിശോധനകൾ നടന്നു വരികയാണ്. വർക്കല പോലീസും അതേപോലെ തന്നെ വിഴിഞ്ഞം പോലീസും അടക്കമുള്ള പോലീസുകളും ഡാൻസ് ഓഫ് സംഘവും എക്സൈസ് സംഘവും ഒക്കെ ഒത്തിണങ്ങിക്കൊണ്ടാണ് ഇത്തവണ ഈ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായിട്ട് പരിശോധനകൾ ശക്തമാക്കി വരുന്നത്. മോത്തി, ശരി ഗോകുൽ.